ഹായ് കുഞ്ഞീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഞാൻ വിചാരിച്ചു ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി, അതായത് കൊച്ചുങ്ങൾ വൈകിട്ട് വരുമ്പോഴത്തേക്ക് റേഷനരിയും നമ്മുടെ സോയാബീനും വെച്ചിട്ട് ഒരു കുഞ്ഞ് ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാം, എളുപ്പമെന്ന്. അരമണിക്കൂർ പോലും വേണ്ട. സാധനങ്ങൾ മസാലകളും പിന്നെ നമ്മുടെ റേഷനരിയും ഉണ്ടായിരുന്നെങ്കിൽ മതി. ഞാനതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇഞ്ചിയും സ്പൈസസ് ഇട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഒന്ന് ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം എൻ്റെ ക്യാരറ്റും ബീൻസും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ടു. ഇല്ലെങ്കിൽ അത് ഇടണ്ട, അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മസാല ആഡ് ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നുമില്ല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി. ഞാൻ ബിരിയാണി മസാല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തു. ഇല്ലാതെങ്കിൽ ഇടണ്ട. പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ മസാല ഇട്ടാലും ഞാൻ ചിക്കൻ മസാലയും കൂടി ഇട്ടായിരുന്നേ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റി എന്നിട്ട് നമ്മുടെ ഊറ്റി വെച്ചേക്കുന്ന നമ്മുടെ സോയാബീനില്ലേ കഴുകി, അത് അങ്ങോട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കണം, ഞാനത് മറന്നുപോയി പറയാൻ. ഉപ്പും കൂടെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ചേർക്കണ്ട. ചിലർക്കത് ഇഷ്ടം കാണത്തില്ല, ഒന്ന് ചേർക്കത്തില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ റേഷൻ അരിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. കാണും വലിയ ലെങ്തായിട്ട് തോന്നുമെങ്കിലും കുറച്ച് മസാലയും സോയാബീനും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊച്ചുങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാം. സ്കൂളിലത്തൊക്കെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചൊക്കെ കൊടുത്ത് വിടാൻ പിള്ളേർ കഴിക്കും. പിന്നെ എൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളിയല്ലേ. മക്കൾ വന്ന് പറയും സ്കൂളിൽ ഇതുപോലെ സോയാബീൻ ബിരിയാണി പിള്ളേർ കൊണ്ടുവന്നു എന്നൊക്കെ. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഇതിൻ്റെ കൂടെ സലാഡും കൂടെ കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അവർക്കും ഞാൻ ഇത് സലാഡ് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, സീ യു. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.